സിനിമാ മേഖലയിലെ ഇന്ത്യൻ കമ്മിറ്റികളുടെ തലപ്പത്ത് പുരുഷാധിപത്യമെന്നും വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ ചെറുപുഴയിൽ പറഞ്ഞു. കൂടാതെ ഇപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ കൂടുതലായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് തൊഴിലിടങ്ങളിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെ. സിനിമാ കമ്മിറ്റി വന്നപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മളെല്ലാവരുടെയും ചർച്ചാ വിഷയം അത് തന്നെയായിരുന്നു. 2017 ഒരു പ്രശസ്ത നടി ആക്രമിക്കപ്പെട്ടത്. അന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്ത നടനെ തന്നെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കാനെന്നുള്ള ഒരു നിർദ്ദേശം വെച്ചപ്പോൾ സിനിമാ മേഖലയിൽ അത് പറ്റില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അവിടുത്തെ സിനിമാ പ്രവർത്തകരായ വനിതകൾ ഒരു കൂട്ടായ്മ ചേരുകയും വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ച് വനിതാ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് നമ്മളത് അന്വേഷിച്ചപ്പോൾ ഹൈക്കോടതിയിൽ ഓൾറെഡി 2 റിട്ടുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നറിയുകയും സ്വമേധയാ വനിതാ കമ്മീഷൻ അതിന് കക്ഷി ചേരുകയും ചെയ്തു. അന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം IC രൂപീകരിക്കണം, സിനിമാ മേഖലയിൽ തൊഴിലിടങ്ങളാണ് എന്നുള്ള ഒരു നിർദ്ദേശം കിട്ടിയതിനെ തുടർന്ന് IC രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് സിനിമാ മേഖലയിലുള്ളവരും സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട സജി ചെറിയാനും വനിതാ കമ്മീഷനും ഒത്തുചേർന്ന് ഒരു മീറ്റിംഗ് വെക്കുകയും അതിൽ ഒട്ടനവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം IC രൂപീകരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. പക്ഷെ പലപ്പോഴും സിനിമാ മേഖലയിൽ IC രൂപീകരിച്ചപ്പോൾ തന്നെ വനിതാ കമ്മീഷൻ ചിലയിടങ്ങളിൽ സന്ദർശിക്കുകയുണ്ടായി. IC രൂപീകരിച്ച തലപ്പത്തിരിക്കുന്നത് പുരുഷന്മാരാണ്. പക്ഷേ നമ്മുടെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പറയുന്നത് ഒരു തൊഴിലിടങ്ങളിൽ 10-ൽ കൂടുതൽ പേർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൊഴിലിടത്തിലുള്ള സ്ത്രീ ആയിരിക്കണം അതിന്റെ മേധാവിയായിട്ട് ഇരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് IC രൂപീകരിക്കാൻ 2013 നമുക്ക് പോസ്റ്റ് ആക്ട് വന്നത്. പക്ഷെ ആ ആക്ട് വന്നിട്ട് ഇപ്പോഴും പലയിടങ്ങളിലും IC രൂപീകരിച്ചിട്ടില്ല. പലർക്കും ഇതിനെ കുറിച്ച് അറിവില്ല. അപ്പൊ അത്തരം അറിവില്ലായ്മകൾ നമ്മുടെ സ്ത്രീകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി കമ്മീഷൻ പല വിധത്തിലുള്ള സെമിനാറുകളും അതുപോലെ തന്നെ ഇത്തരം ബോധവൽക്കരണ ക്ലാസുകളും നിയമബോധവൽക്കരണ ക്ലാസുകളും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഏട്ടാ വാവ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മോളെ വാവെ കണ്ടോ? ഇല്ല. ഇവളത് എവിടെ പോയി? വാവേ, വാവാച്ചി, വാവേ, വാവേ, മോളെ, മോളെ, വാവാച്ചി, വാവാച്ചി, വാവാച്ചി. അമ്മേ, ഇടന്ന് വന്നോക്കേ. പൈതലും കൊതിക്കും താരാട്ടുപോലൊരു ലോകം. സോയോ, ദി അൾട്ടിമേറ്റ് ബാത്ത്വെയർ സൊല്യൂഷൻ.